പണച്ചെലവില്ലാതെ ഒരു ബ്യൂട്ടീഷ്യൻ ആവാനുള്ള അവസരമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഇന്നത്തെ ഒരു ക്ലാസ്സിന് പോകുന്ന മുന്നായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഞാൻ തരുമ്പോൾ നിങ്ങൾക്കത് പഠിച്ച് നിങ്ങളൊരു ബ്യൂട്ടീഷ്യൻ ആകുന്നത് എന്നെനിക്ക് ഉറപ്പാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായും നല്ലൊരു സമ്മാനം തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ ചതിക്കുകയല്ല. ഫസ്റ്റ് സമ്മാനമുണ്ട്, പിന്നെ 5 പേർക്ക് പ്രോത്സാഹന സമ്മാനവും ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ വേഗം സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് നിങ്ങളിൽ ഉറപ്പുണ്ടായാൽ ഞാൻ ഉറപ്പായി നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പല ആൾക്കാർക്കും സംശയമുണ്ട്. ആ ഒരു സംശയം ഞാൻ ക്ലിയർ ചെയ്ത് തരികയാണ്. നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു കോഴ്സ് പഠിച്ച്, അതായത് നിങ്ങൾ ഓൺലൈൻ വഴി വീട്ടിലിരുന്നുകൊണ്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവസരം? അതായത് നിങ്ങളുടെ ഒരു ചിന്ത, നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കേൾക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും കടകളിൽ ചെന്നിട്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടോ? ഒരു ബ്യൂട്ടി കടയിൽ ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണിക്കൂ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടീഷ്യൻ്റെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ കണ്ടു കാണാൻ ചാൻസ് ഉണ്ടോ? അവരൊക്കെ സാധാരണ നിലയിൽ പഠിച്ചു വരുന്നവരാണ്. ഏതെങ്കിലും കടകളിൽ പോയി നിന്ന് കുറച്ച് പൈസ കൊടുത്ത് അവിടെയൊക്കെ നിന്ന് പഠിച്ചിട്ടായിരിക്കും അവർ ഇവരുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് കുറച്ച് പൈസ കിട്ടും. കാരണം നിങ്ങൾ ആ പഠിച്ച പൈസയുടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു പൈസ കൊണ്ട് എന്തെങ്കിലും മെച്ചം പിടിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ പറയുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ത്രെഡിങ് ആയാലും ഫേഷ്യലിംഗ് ആയാലും പെഡിക്യൂർ ആയാലും മാനിക്യൂർ ആയാലും ഒരു മേക്കപ്പ് തന്നെ പഠിക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒരു പാർലറിൽ ചെന്ന് നിന്നിട്ട് എനിക്ക് മനസ്സ് ഉറപ്പമേ പറയാൻ പറ്റും, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, എന്നെയും കൂടി ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് കൂടെ നിൽക്കാൻ പറ്റും. ആദ്യത്തെ 2 ദിവസം അവർ നിങ്ങളൊന്ന് ത്രെഡ് ചെയ്ത് കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു മനസ്സിനൊരു കോൺഫിഡൻറ്റോടുകൂടി നമുക്കത് ചെയ്ത് കാണിക്കാൻ പറ്റും. അന്നേരം ആ ഒരു നിൽക്കുന്ന ആ ഒരു ഉടമസ്ഥന് കറക്റ്റായിട്ട് അതായത് ഒരു ബ്യൂട്ടീഷ്യൻ മാമിന് ഉറപ്പായിട്ടും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഉറപ്പാണ് ഈ കുട്ടിക്ക് എന്തെങ്കിലും അറിയാമെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിയെ ഇവിടെ സ്ഥിരം നിർത്താം. നിങ്ങൾക്ക് ഒരു പുറത്ത് പോയി ഒരു 2 മന്തോളം നിങ്ങൾക്ക് ഒരു പാർലറിൽ പോയി പഠിക്കേണ്ട ഒരാവശ്യവും അവിടെ വന്നില്ല. ഈ ഒരു കോഴ്സിൽ പഠിച്ച് നിങ്ങൾ പടിപടിയായി പഠിച്ച് ചെന്ന് നിങ്ങൾക്ക് അവിടെ അത് ചെയ്യാൻ പറ്റും. പഠിച്ച് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും ഞാൻ സമ്മാനം തരും എന്ന് പറയുന്നത്. അത് ഇപ്പോഴെങ്ങുമല്ല, എനിക്ക് അതായത് ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകളുടെ ഒരു കംപ്ലീറ്റ് കഴിയുമ്പോൾ, അതായത് തീർന്നു കഴിയുമ്പോൾ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നതായിരിക്കും. ഒരു എക്സാമിൻ്റെ രീതിയിലായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും. ആ ഒരു എക്സാമിൻ്റെ ആൻസർ എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലായി അത് നല്ലൊരു രീതിയിലുള്ള ഒരു ബ്യൂട്ടീഷ്യൻ ആവാനുള്ള യോഗ്യത ഉണ്ട് എന്ന്. അങ്ങനെ യോഗ്യതയുള്ള വ്യക്തിക്ക് ഞാൻ തീർച്ചയായും അവർ പോലും മനസ്സിൽ വിചാരിക്കാത്ത ഒരു കൂടിയ വിലവെടുപ്പുള്ള സമ്മാനം കൊടുക്കുന്നതായിരിക്കും. പിന്നെ 5 പേർക്ക് തീർച്ചയായും പ്രോത്സാഹന സമ്മാനവും കൂടി അതിൽ നിന്ന് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അവരുടെ ജീവിതത്തിൽ അത് മറക്കാൻ പോലും പറ്റാത്ത ഒരു സമ്മാനമായിരിക്കും അവർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസരം ഞാൻ തരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആകണം എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് അവസരം തരുന്നത്. ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ തന്നെ നോക്കേണ്ടതാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇനി മുതൽ ഈ ഒരു ക്ലാസ്സുകളിൽ ഞാൻ 3 ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എനിക്ക് ലാസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടേണ്ടതാണ്. നമുക്കത് കാരണം നിങ്ങൾക്ക് പഠിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എന്നൊരു ഉറപ്പ് എനിക്ക് വരണ്ടേ. ചുമ്മാ ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്കൊരു കാര്യമില്ല, വെറുതെ എൻ്റെ വായിലെ വെള്ളവും എനിക്ക് അങ്ങനെ നഷ്ടപ്പെടുത്തിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഒന്നാമത് എനിക്ക് ആരോഗ്യത്തിന് ഇച്ചിരി പ്രശ്നമുള്ളതാണ്. കാരണം ഞാൻ അതെല്ലാം മറന്നാണ് നിങ്ങളോട് ഈ ഒരു ക്ലാസ് ചെയ്ത് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കാരണം തോന്നിയ നേരം നിങ്ങളോട് വാചാലം അടിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ നമ്മുടെ ക്ലാസ്സിലേക്ക് അങ്ങ് പോയാലോ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ബ്ലീച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി എല്ലാവരും ബ്ലീച്ച് ചെയ്യുന്നതൊക്കെ കാണിച്ച് തരുന്നതിന് മുമ്പായിട്ട് തന്നെ അത് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഞാൻ പഠിപ്പിച്ചു തന്നായിരുന്നു. കാരണം നമ്മുടെ അടുത്തൊരു വരുന്ന കസ്റ്റമറിന് നമ്മൾ ബ്ലീച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങളായിരുന്നു അതെല്ലാം പറഞ്ഞത്. അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ കണ്ടു നോക്കണം. പക്ഷേ നമ്മൾ ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ ഒരു കസ്റ്റമർ നമ്മൾ ഫസ്റ്റ് ബ്ലീച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ത്രെഡ് ചെയ്യുക എന്നുള്ളത് തെറ്റാണ്. കാരണം ബ്ലീച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ത്രെഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പിമ്പിൾസ് ഉള്ളവർക്ക് കഴിവതും, അതായത് ഫേസ് ഫുൾ പിമ്പിൾസ്
ഓയിലി സ്കിൻ ഉള്ളവർക്ക്, പിമ്പിൾസ് ഉള്ളവർക്ക് ഒരു കാരണവശാലും ബ്ലീച്ച് ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ വരുന്നൊരു കസ്റ്റമറിന് പിമ്പിൾസ് ഫുൾ ഉണ്ടെങ്കിൽ, ഫേസിന് ഇവിടെ എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ബ്ലീച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്കിന്നിന്, അതായത് പിമ്പിൾസിന്, നമ്മുടെ സ്കിന്നിൽ നിന്നുണ്ടാവുന്ന പിമ്പിൾസ് സ്കിൻ വലിഞ്ഞിട്ട് അതൊരു നല്ലൊരു നോവൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ബ്ലീച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു പിമ്പിൾസ് ഉള്ള ഒരു വ്യക്തിക്ക് ഇറിറ്റേഷനായിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനാലാണ് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ബ്ലീച്ച് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ഞാൻ പറയുന്നത്. അതിനാൽ അവർക്ക് ബ്ലീച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നത് എന്തിനാണ്? സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ് കിട്ടാനും കൂടാതെ സ്കിന്നിനൊരു നിറവും നൽകാനായിട്ടാണ് ബ്ലീച്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ അടുത്ത് വരുന്നൊരു കസ്റ്റമർ നേരത്തെ ബ്ലീച്ച് ചെയ്ത്, അതായത് 1 month മുമ്പേ ആണ് ബ്ലീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ചെയ്തു കൊടുക്കാൻ പാടില്ല. അതെന്താണെന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ ആ ഒരു നോർമലായിട്ടുള്ള ഒരു ടെക്സ്ചർ നഷ്ടപ്പെടുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനാൽ നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ പൈസ കിട്ടണം എന്ന് കരുതിക്കൊണ്ട് നമ്മളത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു വളരെയധികം ദോഷം തന്നെ സ്കിന്നിന് ഉണ്ടാവുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്നത്, നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നത് നല്ലൊരു ബ്രൈറ്റ് സ്കിന്നിന്, അതായത് വൈറ്റ്നെസ് ആയിട്ട് നിൽക്കാനായിട്ടാണ് നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷന് വരുന്നൊരു പെൺകുട്ടി, അതായത് കല്യാണ പെൺകുട്ടിക്ക് നമ്മൾ ബ്ലീച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു ബ്രൈറ്റിനായിട്ട്, അതായത് പെട്ടെന്ന് സ്കിന്നിന് നല്ലൊരു നിറം നൽകാനായിട്ട് വേണ്ടിയാണ് നമ്മൾ ബ്ലീച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലീച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫേഷ്യലിന് മുമ്പാണ് നമ്മൾ ബ്ലീച്ച് ചെയ്യേണ്ടത്. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ബ്ലീച്ച് ചെയ്യുന്നതിനെക്കുറിച്ച്, പക്ഷേ അതിന് നല്ല രീതിയിലുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത് തന്നെ കേട്ടോ. നമ്മൾ കല്യാണത്തിന് വരുന്നൊരു പെണ്ണിന് ബ്ലീച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റിലെ ഫേഷ്യൽ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫേഷ്യൽ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ്, അതായത് നല്ലൊരു സ്കിൻ വൈറ്റ്നെസ് ആയിട്ട് ഇരിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ത്രെഡ് ചെയ്യാൻ പാടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഹെയർ ത്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐബ്രോസിൻ്റെ ഒക്കെ ഹെയർ പോകുമ്പോൾ അവിടെ ഒരു കുഴി പോലായിട്ട് നമുക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുഴി രൂപപ്പെടും. അതിലേക്ക് എന്തോ ചെയ്യും, നമ്മളിടുന്ന ബ്ലീച്ച് എന്ന് പറയുന്നത് അതിലേക്ക് ചെല്ലുകയും സ്കിന്നിന് ഡാർക്ക്, ഒരു സൈസ് ഒരു കോഫി ഡാർക്കായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് ത്രെഡ് ചെയ്യരുത്. ബ്ലീച്ച് എല്ലാം ചെയ്ത് ഫേഷ്യലും ചെയ്തതിന് ശേഷം മാത്രമേ ത്രെഡ് ചെയ്യാവുള്ളൂ. ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു വരുന്ന നമ്മുടെ കസ്റ്റമറിൻ്റെ ഫേസ് ഒന്ന് നോക്കണം. കാരണം നല്ലൊരു പ്രത്യേക ഒരു ചേഞ്ചിങ് തന്നെ വരും. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയെ, അതായത് നമ്മുടെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമറിനെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു വ്യക്തി ചോദിക്കണം, നിങ്ങൾ ഫേസിൽ ബ്ലീച്ച് ചെയ്യാൻ വന്നിരിക്കുമ്പോൾ നമ്മളോട് എനിക്ക് ബ്ലീച്ച് ചെയ്യണം, ഗോൾഡൻ ബ്ലീച്ചാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം, നിങ്ങളുടെ ഫേസിന്, അതായത് നിങ്ങളുടെ ഫേസിന് എന്തെങ്കിലും ഈയിടെയായിട്ട് എന്തെങ്കിലും ചെയ്തോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഫേസിന് ബ്ലീച്ച് ചെയ്യുമ്പോൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകും. ഇപ്പം കാണിക്കാൻ പോകുന്നത് ഗോൾഡൻ്റെ ബ്ലീച്ചാണ്. ഓൾറെഡി എല്ലാവർക്കും ഗോൾഡൻ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഓക്സി ബ്ലീച്ച്, ഈ 2 ബ്ലീച്ചുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നതും കൂടാതെ തന്നെ ഏറ്റവും നല്ല എഫക്റ്റ് കിട്ടുന്നതുമായിട്ടുള്ള 2 ബ്ലീച്ചുകളും. നമ്മളിപ്പോൾ ഗോൾഡൻ ബ്ലീച്ച് ചെയ്യുന്ന സമയത്ത് സെയിം നമ്മുടെ സ്കിന്നിന് ആ ഒരു ഗോൾഡൻ്റെ കളർ ഫസ്റ്റിൽ തോന്നിക്കും. അതിനുശേഷം അത് ആ സ്കിന്നിന് നമ്മൾ 2 വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ സ്കിന്നിൽ നിന്ന് നമ്മുടെ പോയി കഴിയും. അടുത്തത് ഈ ഓക്സി ബ്ലീച്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഗോൾഡൻ കളർ ഒന്നും തന്നെ തോന്നിക്കുന്നില്ല. പക്ഷെ എന്നാൽ തന്നെയും സെയിം റിസൾട്ട് ബ്ലീച്ചിൽ നിന്ന് കിട്ടും. 2നും ഒരേ റേറ്റ് തന്നെയാണ്. നിങ്ങൾ അതുകൊണ്ട് ഇത് വേണ്ട, നമ്മുടെ കയ്യിൽ മേടിച്ച് വെച്ചിട്ട് ഒരു 30 രൂപയുടെ ആവശ്യമുള്ളൂ. നമ്മുടെ ഏതെങ്കിലും ഒരാൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ ഉറപ്പായും ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ചെയ്തു കൊടുക്കാം. ഗോൾഡൻ ബ്ലീച്ച് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ എന്നാൽ ചില ആൾക്കാർക്ക് അത് റിസൾട്ട് ഓപ്പോസിറ്റ് വരാനുണ്ട് ചാൻസ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചെടുക്കുക. വെറും ഒരു നുള്ളെടുത്തിട്ട് ബ്ലീച്ചും നമ്മുടെ ക്രീമുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കസ്റ്റമറിൻ്റെ ചെവി പുറത്ത് ഇട്ട് കൊടുക്കുക. 1-2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് അത് ഒരു ദോഷം തോന്നുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് അത്
സ്യൂട്ടാവും എന്ന് നമുക്ക് ഉറപ്പാവും. അന്നേരം നമുക്ക് ആ ഒരു വ്യക്തിക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം മസ്റ്റാണ്, നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് മനസ്സിലാക്കേണ്ടതും കൂടിയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലീച്ച് ചെയ്ത് ഫേഷ്യൽ ചെയ്താലും നമ്മൾ ഹോം മെയ്ഡ് പരമായിട്ട് എന്ത് ചെയ്താലും നമ്മൾ അന്ന് ചെയ്യുന്നതിന് വൈകുന്നേരം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫേസിനകത്ത് കുറേ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ച് നമ്മുടെ ഫേസൊക്കെ ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഒരു കാരണവശാലും നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ട് 3 days ഓൺലി നോ വാഷിംഗ് സോപ്പ് ഫേസ് എന്ന് പറയാം. നമ്മൾ ഫേസിൽ വാഷ് ചെയ്യാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പാടില്ല, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഹോം മെയ്ഡ് പരമായിട്ട് ചെയ്യുന്ന ചെറുപയർ പൊടിയോ കടലമാവോ ഒന്നും തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഫേസിനെ വെറുതെ വിടുക. നമ്മൾ ബ്ലീച്ച് എന്ന് പറയുന്നത് ഓൾറെഡി കെമിക്കൽ ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കസ്റ്റമറോട് പറയണം. 3 days നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യാൻ തന്നെ പാടില്ല. വാഷ് ചെയ്യാം, നമ്മളൊരു കാരണവശാലും ഫേസ് വാഷ് യൂസ് ചെയ്യാനോ സോപ്പ് ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യാനായിട്ട് ഫേസിൽ നിന്ന് പാടില്ല. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ബ്ലീച്ച് നമ്മുടെ സ്കിന്നിനകത്ത് ഇരുന്ന് അകത്തേക്ക് ചെന്നിട്ടാണ് ആ ഒരു സ്കിന്നിന് നിറം നൽകുന്നത്. നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമറിനോട് മെയിനായിട്ട് ഈ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അത് ചെയ്തിട്ട് പോയിട്ട് സോപ്പിട്ട് തേച്ച് കഴിയുവാണെങ്കിൽ അതിന് റിസൾട്ട് കിട്ടില്ല. അതിനാലാണ് ഈ കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത്രയെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. കാലഘട്ടത്തിൽ എല്ലാവരും ഓൺലൈൻ ചെയ്യുന്ന കൂട്ട് നമ്മളും ഓൺലൈൻ സ്റ്റഡിയാണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം ഞാൻ എത്രയോ മൈൽ ദൂരമാണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഈ ക്ലാസ്സിലൊക്കെ ഞാൻ നിങ്ങളിലേക്കും എത്തിക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും കൂടി ചെയ്യണം. അതിൻ്റെ സംശയങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയും കൂടി ചെയ്യണം. ഇനി നമ്മൾ ചെയ്ത് കാണിക്കാൻ പോവുകയാണ് ബ്ലീച്ച്. പാത്രം എടുക്കുക, നല്ലോണം അതിനകത്തുനിന്ന് വെള്ളമെല്ലാം തുടച്ച് മാറ്റണം. കാരണം ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ഇരിക്കാൻ പാടില്ല. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ് ബൗളേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗള് എടുക്കല്ല. കാരണം നമ്മൾ ബ്ലീച്ച് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മളൊരു കാരണവശാലും സ്റ്റീൽ പാത്രത്തിൽ എടുക്കാൻ പാടില്ല, ഗ്ലാസ് ബൗളിൽ എടുക്കാവുള്ളൂ. ഈ ഒരു ബൗള് ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ നിങ്ങൾ. ഇത് ക്ലീൻ ചെയ്ത് നല്ല ഡ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഫെമ്മിൻ്റെ ബ്ലീച്ചാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് റേറ്റ് എന്ന് പറയുന്നത് 65 രൂപയാണ് റേറ്റ്. നിങ്ങൾക്ക് ഇത് 2 ആൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. ചില ആൾക്കാർ പറയാറുണ്ട് ഇത് ഒറ്റ ഒരാൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്കിത് 2 പേർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു ബ്ലീച്ചാണ്. സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് ഈ ഒരു ബ്ലീച്ച് വെച്ച് ചെയ്യാവുന്നതാണ്. കഴിയുമ്പോൾ ഇങ്ങനെ 2 സാധനങ്ങൾ ഇതിനകത്തിരിക്കുന്നത് കാണാമല്ലോ. നിങ്ങൾക്ക് കുറേ പേർക്ക് നിങ്ങളെല്ലാവരും കണ്ട് പരിചയമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതാണ് നമ്മുടെ ക്രീം, പിന്നെ ഇത് നമ്മുടെ ബ്ലീച്ച്. ഈ ബ്ലീച്ച് ഒരു കാരണവശാലും പലരും ഞാൻ കണ്ടിട്ടുണ്ട്, പല യൂട്യൂബ് ചാനലിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളോട്, എൻ്റെ പ്രിയ സ്റ്റുഡൻസിനോട്, അതായത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ഈ കാര്യം പറയുകയാണ്. ഈ ഒരു ബ്ലീച്ച് ഇത്രയും ഇടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇടും. സ്കിൻ അങ്ങ് ബ്രൈറ്റായിട്ട് വൈറ്റായിട്ട് ഇരിക്കാനായിട്ട് നല്ല വെളുവിളാ തുളുത്തിരിക്കുക. വെളുവിള എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇത് ബ്ലീച്ച് എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ലേ, കക്കൂസ് കഴിയുന്നതിനും ബാത്റൂം ക്ലീനിങ്ങിനും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്ലീച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തറയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാവാനായിട്ട് വേണ്ടിയാണ് ബ്ലീച്ച് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബ്ലീച്ച് നമ്മുടെ സ്കിന്നിൻ്റെ മൊത്തം കൂടി ടെക്സ്ചറിനെ നശിപ്പിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിന്നിൻ്റെ ഒരു മൊത്തം എന്നുവെച്ചാൽ കറുക്കാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ളൊരു പഴഞ്ചൊല്ലിലേക്ക് നമ്മൾ ചെന്നെത്താനുള്ള വളരെ ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം വളരെയധികം ദോഷവും ഉള്ളത് തന്നെയാണ് സ്കിന്നിന്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബ്യൂട്ടീഷ്യനായ നമ്മളിത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതാണ് നമ്മുടെ ബ്ലീച്ച്, കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ആണ് ക്രീം. ഈ ക്രീം എന്ന് പറയുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതേ രീതിയിലായിട്ടിരിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ബ്ലീച്ചിൻ്റെ ഓവർ ഡേറ്റ്, അതായത് 2 month 3 month ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ, അതായത് 3 month വരെ വെക്കുകയാണെങ്കിൽ ഇതൊരു ദിവസം പത പോലെ ആയിട്ട് ഇരിക്കും. അത് നമ്മുടെ സ്കിന്നിന് ഇട്ട് കൊടുക്കാൻ പാടില്ല, സ്കിന്നിന് വളരെയധികം ദോഷം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്യുന്നത് നമ്മൾ മന്ത്ലി 2 month കഴിയുമ്പോൾ തന്നെ നമുക്കിത് യൂസ് കഴിയും. 3 monthലേക്ക് വെക്കാനുള്ള ആവശ്യം തന്നെ വരില്ല, കാരണം എത്രയേ ഉള്ളൂ ക്രീം. നമ്മുടെ ഫേസും ഹാൻഡ്സും എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് തീർന്നു പോകും. ഞാനിത് ഇപ്പോൾ എൻ്റെ ഫേസിന് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫേസിൽ ഇപ്പോൾ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹോം മെയ്ഡ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ
അതെനിക്ക് റിസൾട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫേസിന് ചെയ്ത് കാണിക്കുന്നത് എൻ്റെ കൈകളിലാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമുക്ക് വലിയ 2 അളവിലെ സ്പൂൺ അതിനകത്ത് തന്നിട്ടുണ്ട്. ഇത്രയൊക്കെ നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ എടുത്തിടണം എന്ന് പറയുവാണെങ്കിൽ ഒരിക്കലും അത്രയൊന്നും ഇടരുത് കേട്ടോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരു പിഞ്ചേ ഇടാവുള്ളൂ, അതായത് ഒരു നുള്ള്. ഞാൻ കാണിച്ചു തരാം. ക്രീം ഈ ഒരു സ്പൂൺ കൊണ്ട് തോണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മളിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. നിങ്ങൾ ഒരു ഫേസിന് ചെയ്യുമ്പോൾ ഇതിനകത്ത് അളവുള്ള ഒരു സ്പൂണുണ്ട്. ഈ അളവിനകത്ത് ഒരു 2 സ്പൂണോളം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ബ്ലീച്ച് ഉള്ളിലേക്ക് ഞാൻ ഇത്രയും എടുത്തോളൂ, ചെറിയൊരു സ്പൂണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടല്ലോ. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആ ഒരു കളറ്. ഞാൻ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഒരു പിഞ്ച് എടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബൗളിലേക്ക് ആദ്യമേ ഇട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതേപോലെ രണ്ടാമതും ഒരു പിഞ്ച് എടുക്കാം. രണ്ടാമത്തെ പിഞ്ച് എൻ്റെ കൈകളിൽ മൊത്തമായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇട്ട് കൊടുക്കുക. ഓക്കെ, കണ്ടല്ലോ, കണ്ടല്ലോ, ഇട്ട് കൊടുത്തു. ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫേസ് ഫുള്ള് ഒരു കാരണവശാലും ബ്ലീച്ച് എടുത്തിട്ട് ക്രീമിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കരുത്. ഫേസ് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം ഇതെന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സെല്ലിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ, സ്കിന്നിൻ്റെ സെല്ലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സ്കിന്നിന് തന്നെ ഒരു നശിച്ചു ഇങ്ങനെ വാടിപ്പോവും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്നൊരു രീതിയിലേക്ക് വരും. അത് ഞാൻ നേരത്തെയും പറഞ്ഞു നിങ്ങളോട്. നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വെളിയിൽ അധികം നേരം വെക്കാൻ പാടില്ല കേട്ടോ. കസ്റ്റമറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ മുന്നേ ആയിട്ട് ജസ്റ്റ് നമ്മളൊരു തുണിക്കകത്ത് വെച്ചിട്ട് ഐസ് ക്യൂബ് യൂസ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസ് ഫുള്ളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സ്കിന്നിനെ ഒന്ന് ടൈറ്റാക്കി വെക്കുക. ടൈറ്റാക്കി വെച്ചിട്ട് നമ്മൾ ബ്ലീച്ച് ഇടുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സാധാരണ ഞങ്ങൾ പാർലറിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ടെക്നിക്കും കൂടിയാണ്. അതൊന്ന് കാരണം നിങ്ങളെ കാണിച്ചു തരണ്ടേ എനിക്ക്. ഞാനിപ്പോൾ എൻ്റെ കൈകളിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. ഇത്രയും എടുത്തിട്ട് എൻ്റെ കൈകളിൽ തന്നെ ഞാൻ ചെയ്ത് കാണിക്കാം. വെക്കുക. ഈ ഒരു തിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഈ ഒരു തിക്കായിട്ട് വേണം വരേണ്ട. ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫേസിൽ നിന്ന് താഴേന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഫേസ് ഫുള്ള് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിനും ഒക്കെ ഉപേക്ഷിക്കുക. നമ്മുടെ ഈ ഒരു ഭാഗത്തും ഒക്കെ ഇട്ട് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ ബ്ലാക്കായിട്ട് നല്ല രീതിയിൽ ഇരിക്കാറുണ്ട് ചിലരുടെയൊക്കെ. നമ്മൾ ഫേസിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ റിസൾട്ട് വരുമ്പോൾ ഫേസിനകത്ത് ഇവിടെയൊക്കെ ഡാർക്കായിട്ട് ഇരിക്കും. അന്നേരം നമ്മളിപ്പോൾ ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കണ്ണുകളുടെ ഭാഗത്ത് ചുറ്റിനുമുള്ള എന്തെങ്കിലും ഡാർക്കായിട്ടുള്ള അതായത് ബ്ലാക്കായിട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ കണ്ണുകളുടെ ചുറ്റിനും കുക്കുംബർ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രം ഡാർക്കായിട്ടിരിക്കുകയും ഫേസ് ഫുള്ള് വൈറ്റായിട്ടിരിക്കാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലുള്ളിൽ തന്നെ നമ്മളത് റിമൂവ് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ ഇത് പതഞ്ഞ് മാറുക ചാൻസ് ഉണ്ട്. അങ്ങനെ മാറുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് വളരെയധികം ദോഷം ചെയ്യും. കാരണം നമ്മുടെ ഫേസിന് അത്ര നേരം വെക്കാനത് കൂടുതൽ ടൈം വെക്കുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള സ്കിന്നിന് ദോഷങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വെറും 15 കളയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, ഫേസിലിടുന്ന ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ താഴേന്ന് മുകളിലേക്കായിട്ട് വേണം ചെയ്യുന്നത്. ഇത് എൻ്റെ താടിഭാഗമാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ. അവിടുന്ന് മുകളിലേക്ക് തുടച്ചു കൊടുക്കുക. തുടച്ചു കൊടുക്കാം. നമുക്ക് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും വ്യത്യാസം. കണ്ടോ, നല്ലൊരു കളർ ചേഞ്ചിങ്. ഇവിടുത്തെ സ്കിന്നുമായിട്ട് കളർ ചേഞ്ചിങ് വരുന്നുണ്ടോ. ഇത് നമ്മൾ ഫേസിലേക്ക് ഇടുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചിങ് നല്ല രീതിയിൽ വരും. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇരിക്കുന്നതോറുമാണ് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് സ്കിന്നിലേക്കായാലും വരുന്നത്. കാരണം എന്താണെന്നുള്ളത് കേൾക്കാം. ചോദിക്കട്ടെ. വെറും 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ബ്ലീച്ച് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, ബ്ലീച്ച് ചെയ്തതിന് ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷം മാത്രം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം.
ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പാണോ ത്രെഡ് ചെയ്യേണ്ടത്, ശേഷമാണോ ത്രെഡ് ചെയ്യേണ്ടത് എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതാൻ കൂടി മറക്കരുത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നോ അതോ മനസ്സിലായോ എന്നറിയുന്നതിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ കമൻറ്റ് എഴുതാൻ മറക്കരുത്. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മുന്നോട്ടുള്ള ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മാത്രമേ ഈ ക്ലാസ് കൊണ്ട് പ്രയോജനം കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇതിലേക്ക് വെൽക്കം ഫ്രണ്ട്സിനെയൊക്കെ ജോയിൻ ചെയ്യിപ്പിര്. അവരും കൂടി ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ്റ് ആവട്ടെ. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബ്യൂട്ടീഷ്യൻ ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായും സമ്മാനം തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഇരിക്കുന്നു.